റമദാനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ റമദാൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം. ലോ യഅലമു ഉമ്മത്തി മാഫി റമദാൻ, റമദാന്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന പ്രയോഗം വളരെ പ്രധാനം. വർഷം മുഴുവൻ റമദാൻ ആവാൻ കൊതിക്കുമായിരുന്നു. മോനെ ഫുള്ള് A+ കിട്ടണമെങ്കിൽ നന്നായി പഠിക്കുവാണെങ്കിൽ കിട്ടും എന്നല്ലേ പറയണത്. ഫീഫിയോ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ആ കണ്ടീഷൻ പ്രധാനം, പഠിക്കണം എന്നുള്ളത് പ്രധാനം. റമദാന്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അതിലൊക്കെ ആദ്യം തന്നെ പറയുന്ന ഒരു പ്രമേയം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഭയങ്കര പ്രതീക്ഷ, ഏത് തകർന്നു പോയ ആളെയും കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. അമലുഹു മുളാഅഫുൻ, റമദാനിലെ ഏത് കാര്യവും തൊട്ടാൽ പൊന്നായിരിക്കും. ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലി, ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലി. ശരിക്കും ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലിന്ന് പഠിച്ച ഒരാള് തറാവീഹില് സ്പീഡായിട്ട്, എന്തായാലും അള്ള തന്ന തല ഒരു 3 സെക്കൻഡ് വെക്കാൻ സമയമില്ലാത്ത തിരക്കാവൂലോ. ശരിക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ കൂലി കൂടുതൽ, എന്തിനായിരിക്കും അത്? അതിന് ഇമാം നൈസാബുരി റളിയല്ലാഹു അൻഹു പറയണത്, ഈ മനുഷ്യന്മാര് ചിലപ്പോഴൊക്കെ തെറ്റിൽ പെട്ടു, അത് പിടുത്തമിട്ട തെറ്റുണ്ടാവും. അപ്പൊ ഇവര് പാപ്പറാവും എന്ന് പറയണത് ഗീബത്തിലും നമീമത്തിലും ഒന്നും പെടാതിരിക്കാനാണ്. അഥവാ പെട്ടുപോയി എന്ന് കരുതുക, കുറെ പറഞ്ഞുപോയി, പിന്നെ ഒരാൾ തൗബ ചെയ്തു, എല്ലാവരോടും പൊരുത്തപ്പെടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. മരിച്ചു പോകാം, ഉംറ ചെയ്ത് തൗബ ചെയ്ത് കഅബന്റെ അടുത്തുനിന്ന് തവാഫ് ചെയ്ത് തൗബ ചെയ്ത് അവിടുന്ന് മരിച്ചു, അയാളെങ്ങനെ പൊരുത്തപ്പെടിക്കുക? അപ്പൊ അത്തരം ആൾക്കാർക്കും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ പ്രതീക്ഷയുടെ ഒരു കവാടാണ് ഈ സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞാല്. സ്വർഗവാതിൽ തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴിയും ഇവിടെ സാധ്യത ഉണ്ട് എന്നാണ്. എല്ലാ മാർഗങ്ങളും തെറ്റെഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് ഒരു 6 മണിക്കൂറേക്കെങ്കിലും എഴുതണ്ടെന്ന് പറയുന്നത്. വലതുഭാഗത്തുള്ള മലക്കാണ് ലീഡർ, മൂപ്പര് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നു പോകുക. എഴുതണ്ട, ഒരു 6 മണിക്കൂറിനുള്ളിൽ ഒരു ഇസ്തിഗ്ഫാർ തൗബ ഉണ്ടോ നോക്കാം. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെയും തെറ്റ് എഴുതിയെന്ന് വിചാരിക്കാം. എന്നാൽ അയാൾക്ക് വല്ല ദോഷം പൊറുക്കാനുള്ള വകുപ്പ്, ഹൃദയത്തിൽ ടെൻഷൻ, കുടുംബത്തോർത്തിട്ട്, മക്കളെ ഫീസ് ഓർത്തിട്ട്, ഇങ്ങനെ കുടുംബത്തോർത്തിട്ട് ടെൻഷനാൻ വരെ ദോഷം പൊറുക്കും. ഒരു ദിവസത്തെ പനി ബാധിച്ചാൽ ദോഷം പൊറുക്കാണ്. അപ്പൊ ദോഷം പൊറുക്കാനുള്ള മാർഗം ചുറ്റുമുള്ള വെച്ചിട്ടുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ അനങ്ങിയ കൂലി. റമദാൻ കിട്ടിയാൽ മതി. റമദാനിൽ കുറേ ചെയ്തിട്ടില്ലെങ്കിൽ പോലും റമദാനിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്.